ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു 10 മിനിറ്റിലെ ചെറിയ ഒരു കുട്ടി യോഗ വീഡിയോ ആണ്. അത് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സിക്കിന്റെ റിക്കവറി സ്റ്റേജിലാണ്. ഓക്കെ, പനിയൊന്ന് മാറി വരുന്ന സ്റ്റേജിൽ നമുക്ക് ബാക്ക് ടു നോർമൽ, അല്ലെങ്കിൽ നമുക്ക് ബാക്ക് ടു നമ്മുടെ ഡെയിലി റൊട്ടീൻ, നമ്മുടെ റൊട്ടീനിലോട്ട് നമ്മളൊന്ന് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവമാണ് ഈ യോഗ. ഒരു 10 മിനിറ്റേ കാണത്തുള്ളൂ. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പനി വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നല്ലപോലെ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്ത് നമ്മളെ ബോഡി എന്ത് ചെയ്യുക? നമ്മളെ ബോഡി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുറത്തുനിന്ന് വന്ന ആ ജേംസിനെതിരെ ബോഡി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ കുറച്ചും കൂടി സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ചെയ്തുകൊണ്ടിരുന്ന വർക്കോ അല്ല എന്തെങ്കിലും നമ്മൾ ബോഡിക്കൊരു പെയിൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ എന്താ റിക്കവറി സ്ലോ ആയിപ്പോവും. നല്ലപോലെ റെസ്റ്റ് ചെയ്യുക, ലീവ് എടുത്ത് നല്ല സ്വസ്ഥമായിട്ട് കിടക്കുക. നല്ലപോലെ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ബോഡി ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കണം. 2 മണിക്കൂർ ഇടവിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? അത് കണക്കാണ് യൂറിനേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താ ബോഡിയിലെ ടോക്സിൻസ് എല്ലാം പോവുകയും ചെയ്യും. നമ്മളെ ബോഡിക്ക് അതൊരു ഹെൽപ്പാണ്. ഓക്കെ, അത് കണക്കാണ് ഇമ്മ്യൂണിറ്റി. നമുക്കറിയാം, നമ്മൾ ഓറഞ്ചസ് ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആൾക്കാർ ഓറഞ്ച് കൊണ്ട് തരത്തില്ലേ? അപ്പോൾ ഓറഞ്ച്, അതേപോലെ സിട്രസ് ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കുക. നെല്ലിക്ക, അംല, ഓക്കെ, നെല്ലിക്കയും ഓറഞ്ചും ഒക്കെ കഴിക്കുക. നല്ലപോലെ വെള്ളം കുടിക്കുക. പിന്നെ അത് കണക്ക് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഫമൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആവി പിടിക്കുക. ആവി പിടിച്ചിട്ട് അതെല്ലാം എടുത്ത് കളയുക. ഓക്കെ, നല്ലപോലെ എന്താ നല്ല ബ്രീത്ത് നല്ലപോലെ കണ്ടിന്യൂ ചെയ്യുക. അതിന്റെ ചെറിയ മെഡിറ്റേഷൻ ഒക്കെ ഞാൻ പറഞ്ഞുതരാം, ഇതിനകത്ത് പറഞ്ഞുതരാം. ക്ലിയർ ആയല്ലോ? മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, ബ്രീത്ത് നോക്കുക, നല്ലോണം ബ്രീത്ത് എടുക്കുക. പിന്നെ എന്താ പിന്നെ നമ്മളെ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് എന്തുള്ളത് പനി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതാണ് ബോഡിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മൾ തന്നെ ഒരു അവയർനെസ് ഉണ്ടാവും. നമ്മളിപ്പം അയ്യോ എനിക്ക് വയ്യ എന്നും പറഞ്ഞ് നമ്മൾ കയറി കിടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെച്ചാൽ കിടക്കേണ്ടതല്ല, നമ്മൾ അയ്യോ വയ്യ വയ്യ എനിക്ക് പനി എന്നുള്ള രീതിയിൽ എപ്പോഴും മനസ്സിനടുത്ത് ഇങ്ങനെ പറയണം, എനിക്ക് വേദനിക്കുന്നു, എനിക്ക് ചുമ വയ്യ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മൈൻഡും അത് കേട്ടിട്ട് ബോഡി അതിനനുസരിച്ച് ഡൗൺ ആവും. അപ്പം അതല്ല, എന്താ എനിക്ക് പനിയാണ്, ഓക്കെ, റിയലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2-3 ദിവസം കഴിയുമ്പോൾ ഈ പനി മാറുമ്പോഴത്തേക്കും എനിക്ക് ഇതൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു മനസ്സിലാക്കി, കുഴപ്പമില്ല, എനിക്ക് എണീക്കാം, എനിക്ക് പോയി വെള്ളം എടുത്ത് എനിക്ക് തന്നെ കുടിക്കാം എന്നുള്ളൊരു സംഭവം മൈൻഡിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആവും. നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് നമ്മളെ മൈൻഡിൽ എന്ത് പറയുന്നു അതാണ് നമ്മളെ ബോഡി പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഒരിക്കലും പനി വന്നു കഴിഞ്ഞാൽ ഫുൾ അങ്ങ് ശോകം അടിച്ച് കിടക്കരുത്. ക്ലിയർ ആയല്ലോ? അപ്പം നിങ്ങൾക്ക് പനി ഉള്ള സ്റ്റേജിലാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെറിയൊരു പനിയാണ്, അത് ഉടനെ മാറും. ഓക്കെ, നല്ലപോലെ റെസ്റ്റ് എടുക്കുക, എൻജോയ് ചെയ്യുക. നമ്മൾ ലാലേട്ടൻ പറയുന്ന കണക്ക് തലവേദന എൻജോയ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് സിറ്റുവേഷൻ ആണോ അത് എൻജോയ് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പം നമ്മുടെ റിക്കവറി സ്റ്റേജിൽ പനി പിടിച്ച് കിടക്കുമ്പോഴത്തേക്കും, ഓക്കെ, നമ്മൾ പനി പിടിച്ച് ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് ഒരു മാതിരി കുഴപ്പമില്ല, അപ്പം ഓക്കെയാണ്, ബോഡി പെയിൻ ഒക്കെ മാറി, അല്ലെങ്കിൽ തലവേദന മാറി, പനിയില്ല, ചൂട് കുറഞ്ഞു, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യാം. യോഗ പ്രാക്ടീസ് ചെയ്ത് അത് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം എല്ലാവരും കണ്ണുകൾ അടച്ചിരുന്നേ, കാമായിട്ട് എൻ്റെ കലപില സൗണ്ട് എല്ലാം മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞ് നല്ല കാമായിട്ട് കണ്ണുകൾ അടച്ചിരുന്നേ, നട്ടൽ നിവർത്തി കണ്ണുകൾ അടച്ച് ശ്വാസം ശ്രദ്ധിച്ചിരുന്നേ. ഇനി അതല്ല, നിങ്ങൾക്ക് കിടക്കാണ്, നിങ്ങൾക്ക് ബെഡിലാണ്, നിങ്ങൾക്ക് എണീക്കാൻ വയ്യ, മടിയാണ്, അല്ലെങ്കിൽ ക്ഷീണമുണ്ട് എന്നിങ്ങനെയാണെങ്കിൽ കണ്ണടച്ച് ബെഡിൽ കിടക്കുക. നിങ്ങൾ ഏത് പൊസിഷനിലാണോ കംഫർട്ടബിൾ ആ പൊസിഷനിൽ ഇരിക്കുക. സ്ലോലി ഒരു ദീർഘശ്വാസം എടുത്ത് വിട്ടേ. മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ ശ്വാസം വിടുക. ഇനി 3 വട്ടം നല്ല ഡീപ് ബ്രത്ത് എടുക്കുക. ഇൻഹെയിൽ, എക്സെയിൽ. ഇൻഹെയിൽ, എക്സെയിൽ. ഒരു വട്ടം കൂടി ഇൻഹെയിൽ, എക്സെയിൽ. കൈ നമസ്കാരം മുദ്ര പിടിച്ച് തല പതുക്കെ ബെൻഡ് ചെയ്ത് നമസ്തേ.
സിറ്റ് സ്ട്രേറ്റ്. കൈകൾ കൂട്ടി തിരുമ്മി കണ്ണിൽ വെച്ച് സാവധാന കണ്ണുകൾ തുറന്നേ. ഒരു നല്ല പുഞ്ചിരി. താങ്ക് യു. നല്ല സ്മൈലാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് റിക്കവറി ആണ്. നമ്മൾ ഒരുപാട് ബോഡിക്കൊന്നും പ്രഷർ കൊടുക്കുന്നില്ല. ജസ്റ്റ് നെക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ദിവസം കുറേ ദിവസം കിടന്നും നമ്മള് ഫോണൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. പനി വരുമ്പം നമ്മൾ സ്ക്രീൻ ടൈം നല്ലപോലെ കുറയ്ക്കണം. അതുകൊണ്ട് ആ സ്ട്രെയിൻ എല്ലാം മാറ്റാൻ വേണ്ടി ബാക്കില് നമ്മുടെ തലയുടെ ബാക്ക് ഭാഗം ഒന്ന് മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുത്തൊന്ന് സാവധാനം റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ചു. ബ്രീത്ത് നോർമലാണ്. അതൊക്കെ സെന്ററിൽ വരിക. ഓക്കെ, ഇനി മേളിലോട്ടും താഴോട്ടും. മേളിലോട്ട് ഇൻഹെയിൽ, താഴോട്ട് എക്സെയിൽ. ഇൻഹെയിൽ, എക്സെയിൽ. ഇൻഹെയിൽ, എക്സെയിൽ. ഒരു വട്ടം കൂടി. ഇൻഹെയിൽ, എക്സെയിൽ. ഇനി സാവധാനം നമ്മുടെ വലത്തെ കൈയെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് സ്ട്രെച്ച് കൊടുക്കുക. നമ്മളെ ഈ നെക്കിന്റെ ഈ ഭാഗത്ത് ഏതാ ഇടത് ഭാഗത്തൊരു സ്ട്രെച്ച് കിട്ടും. Slowly inhale, exhale. അതൊക്കെ റിലീസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ്. Inhale, exhale. Release. ഇനി പതുക്കെ ഷോൾഡർ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. Inhale, exhale. Inhale, exhale. നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്തോ. തിരിച്ചു. ഇനി നമ്മളെ കൈ ഷോൾഡറിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. ബ്രീത്ത് ഇഷ്ടമാണെങ്കിൽ ഇൻഹെയിൽ, എക്സെയിൽ ചെയ്യാം. കാരണം നമുക്ക് പനിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴേ നമ്മളെ ബ്രീത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ മൂക്കടപ്പ് കാണും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന നമുക്ക് വായിക്കൂടെയോ മൂക്കൂടെയോ ഒക്കെ ശ്വാസം എടുക്കുക. ഒരുപാട് സ്ട്രെയിൻ ചെയ്യിക്കണ്ട. അവിടെ സ്ട്രെച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇപ്പൊ ഭാഗം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം സ്ട്രെച്ചസ് ആണ്. എന്നിട്ട് തിരിച്ച്. ബോഡി എല്ലാം ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങളിപ്പം എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എവിടെയൊക്കെ ഒരു സുഖം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് പതുക്കെ മൂവ് ചെയ്യാം. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഒരുപാട് സ്ട്രെയിൻ ചെയ്യിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്യാറ്റ് കൗ പോസ് ചെയ്യാം. 4 കാല് വരിക. ലൈക്ക് ദിസ്. 4 കാല് വരിക. മുകളിലോട്ട് ഇൻഹെയിൽ, താഴോട്ട് എക്സെയിൽ. നമ്മൾ കഴുത്ത് തൂക്കിയിടുക. ഇൻഹെയിൽ, എക്സെയിൽ. ഇൻഹെയിൽ, എക്സെയിൽ. 2 വട്ടം കൂടി. ഇൻഹെയിൽ, എക്സെയിൽ. ഒരു വട്ടം കൂടി. ഇൻഹെയിൽ, എക്സെയിൽ. ഓക്കെ, ഈ കാലുകൾ അവിടെ കുത്തി വെച്ചിട്ട് ബാക്കിലോട്ട് ഇരിക്കുന്നു, ഫ്രണ്ടിലോട്ട് പോകുന്നു. ഓക്കെ, ജസ്റ്റ് പതുക്കെ ചെയ്ത് കൊടുത്തോ. കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ,
പതുക്കെ ബാക്കിലോട്ട് കാല് തറയിൽ വെച്ചിട്ട് ചൈൽഡ് പോസ് ഇരുന്ന് കൊടുത്തോ. ചൈൽഡ് പോസ് അറിയാലോ, കൈകൾ നീട്ടി തല മാറ്റിൽ മുട്ടിച്ച് വെക്കുക. ആ പൊസിഷൻ എൻജോയ് ചെയ്യുക. ഓക്കെ, സ്ലോലി നിവർന്ന് വരിക. വജ്രാസനയിൽ ഇരിക്കുക. വജ്രാസനയിൽ ഇരിക്കുക. ബ്രീത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി കൈ എടുത്ത് ഫ്രണ്ടിൽ വെക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ചിരുന്നോ. ഒരു ബ്രീത്ത് ശ്രദ്ധിച്ചേ. നമ്മളെ പനി മൊത്തം മാറിയിട്ടുണ്ടോ, അതോ ഇനി എനിക്ക് റെസ്റ്റ് വേണോ, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ പനി നല്ലോണം ഉണ്ട് എങ്കിൽ ഇപ്പൊ ഈ ഒരു ക്ഷീണം വരും, ഒരു ഒന്ന് കിടക്കണം എന്നുള്ള ഫീല് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ബാക്കി ഇനി എനിക്ക് എൻ്റെ ഡെയിലി റൊട്ടീൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നൊരു ഫീല് വരും. അപ്പൊ നിങ്ങൾക്ക് അവിടെ വെച്ച് ചൂസ് ചെയ്യാം എന്ത് വേണമെന്ന്. പനി നല്ലപോലെ ഉണ്ടെങ്കിൽ നല്ലപോലെ റെസ്റ്റ് ചെയ്യുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ഡോക്ടറിനെ കാണുക, മരുന്ന് കഴിക്കുക. അതല്ല ഞാൻ ഹെൽത്തി ആണ്, ഐ എം ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നോട്ട് നമ്മുടെ ഡെയിലി കോഴ്സ്, നമുക്ക് ഇന്നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലൊന്ന് ആലോചിച്ചേ. എന്തൊക്കെയാ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ, ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ മനസ്സിൽ ആലോചിക്കുക. നിങ്ങൾ അതൊക്കെ ചെയ്യുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. മനസ്സിൽ ആ തീരുമാനങ്ങൾ എടുക്കുക. സാവധാനം കണ്ണുകൾ തുറന്ന് പതുക്കെ തിരിച്ച് സുഹാസനയിലേക്ക് വരിക. നമ്മളെ വീണ്ടും കണ്ണുകൾ അടച്ച് തല മുതൽ കാല് വരെ ഒന്ന് ശ്രദ്ധിച്ചേ. പനിയുണ്ട്, ക്ഷീണമുള്ളവർ ഈ സമയത്ത് കിടക്കുക. ഓക്കെ, നിങ്ങൾ ശവാസനയിലേക്ക് പോവുക. അല്ല, നമ്മൾ ഇനി ഈ ഡേ തുടങ്ങാൻ പോവുകയാണ്, എൻ്റെ പനി ഓക്കെ ആയി, ഞാൻ ഹെൽത്തി ആണ്, ഞാൻ ബാക്ക് ടു മൈ നോർമൽ ഡേയ്സ് എന്ന് തീരുമാനിച്ചവർ സുഹാസനയിലിരിക്കുക. എന്നിട്ട് തല മുതൽ കാല് വരെ തളർന്നു വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ നെറ്റി ഫോക്കസ് ചെയ്യുക. പിരിവം ഫ്രീ ആക്കുക. കണ്ണ് അയച്ച് വിടുക. റിലാക്സ് യുവർ ഐസ്. നോസ്, ഇയേഴ്സ്, ചെവികൾ ശ്രദ്ധിക്കുക. ചുണ്ട് ശ്രദ്ധിക്കുക. ഷോൾഡറിന്റെ പിടുത്തം വിട്ട് ഫ്രീ ആയിട്ടിരിക്കുക. ബാക്ക് ബോൺ ഫ്രീ ആക്കുക. കൈ ഫ്രീ ആയിട്ടിരിക്കുക. തൊടയുടെ ഭാഗം, ഇടുപ്പ്, അത് ശ്രദ്ധിക്കുക. കാല്, കാൽമുട്ട്, കാൽപാദം ശ്രദ്ധിക്കുക. തല മുതൽ കാല് വരെ തളർന്നു വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങളെ ചുറ്റും പ്രകാശം പരക്കുന്നതാണ് ഇമാജിൻ ചെയ്യുക. ഒരു പോസിറ്റീവ് എനർജി. സാവധാനം 5 മുതൽ താഴോട്ട് കൗണ്ട് ചെയ്യുക. ഓരോ കൗണ്ടിലും ഒരു ഇൻഹെയിലും ഒരു എക്സെയിലും വെച്ച് ചെയ്യണേ. 5 മുതൽ താഴോട്ട്.
സാവധാനം ഇൻഹേൽ ചെയ്യുക. ലയൺസ് ബ്രെത്ത്. നമ്മൾ പുലിയൊക്കെ ചീർന്ന് കണ്ടില്ലേ, അല്ലെ കുഞ്ഞു പൂച്ചയൊക്കെ ചീർന്ന് കണ്ടില്ലേ, അത് കണക്ക്. ഇൻഹേൽ. അങ്ങനെ ഒരു 3 വട്ടം ചെയ്യാം. ഇൻഹേൽ, വാ തുറന്ന് ശ്വാസം പുറത്തോട്ട് അങ്ങനെ വിടുക. ഓക്കെ. ഇൻഹേൽ, 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 ഐ ആം പവർഫുൾ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നമസ്കാരം മുദ്ര പിടിച്ച് കൈകൾ കൂട്ടി തിരുമ്മി നല്ലപോലെ തിരുമ്മി എനർജി ആവട്ടെ. ആ ചൂട് മുഖത്ത് വയ്ക്കുക. സാവധാനം കണ്ണുകൾ തുറക്കുക. നമസ്തേ. ഓക്കെ ബൈ. പനിയൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് മാറും കേട്ടോ. ബൈ.